കല്യാണമൊന്നും ആയില്ലേ? ഇങ്ങനെ ലേറ്റ് ആയാൽ എങ്ങനെയാ നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് ഒരു നല്ല ബന്ധം കിട്ടുന്നത്? ഇങ്ങനെയുള്ള നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ചോദ്യത്തിനെ ഭയന്ന് നിങ്ങൾ ഒരിക്കലും ഒരു വിവാഹത്തിന് മുതിരരുത്. ഒരു പങ്കാളി എപ്പോ വേണമെന്ന് തോന്നുന്നു വിവാഹ ജീവിതത്തിന്റെ കമ്മിറ്റ്മെന്റും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ എടുക്കാൻ എപ്പോ തയ്യാറാവുന്നോ അപ്പോൾ മാത്രം ഒരു വിവാഹത്തിനെ പറ്റി ചിന്തിക്കുക. അതുപോലെ തന്നെയാണ് കുട്ടികൾ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, ഇനിയും കുട്ടികൾ ഉണ്ടാവാതെ എങ്ങനെയാ? 30 വയസ്സ് കഴിഞ്ഞാൽ പ്രഗ്നൻസി വളരെ പാടാണ്. ഇങ്ങനെയുള്ള അച്ഛനമ്മമാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ചോദ്യം ഭയന്നും ഒരിക്കലും ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കരുത്. അമ്മയാകാനും അച്ഛനാകാനും എപ്പോൾ മനസ്സുകൊണ്ട് പക്വത നേടുന്നോ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഒരു നല്ല അറ്റ്മോസ്ഫിയർ എപ്പോൾ നമ്മളെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നോ അപ്പൊ മാത്രം ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുക. അതുപോലെ തന്നെയാണ് ട്രോമാസ്. നമ്മുടെ ട്രോമാസ് ഹീലാവാതെ ഒരിക്കലും മറ്റൊരാളിനെ നമ്മുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യരുത്. സ്വത്ത് കൈമാറുന്നത് പോലെയാണ് ട്രോമാസ് നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മൾ കൈമാറുന്നത്. അതുകൊണ്ട് നമ്മൾ ഹീലാവാതെ ഒരിക്കലും മറ്റൊരാളിനെ നമ്മുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ആ ട്രോമാസ് അവർക്കൂടെ കൈമാറരുത്. അത് പങ്കാളിയുടെ രൂപത്തിലായാലും കുഞ്ഞിന്റെ രൂപത്തിലായാലും.